ഇന്ന് ദേ കന്യാകുമാരിയിലെ സൺറൈസ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഈ പോകുന്നത് ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് കുറച്ച് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശുചീന്ദ്രം ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ കുറച്ച് പ്രത്യേകതകളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഇനി ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ദേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 9:30-10 മണിയൊക്കെ ആവുന്ന ഒരു സമയത്താണ് പോകുന്നത്. നന്നായിട്ട് വെയിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് അവിടെ എത്തിയത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഹനുമാൻ ജയന്തി കഴിഞ്ഞിട്ട് ഉള്ള ദിവസമായിരുന്നു. അത് കാരണം തന്നെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഹനുമാന് ചാർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെറ്റില മാല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ലെങ്തിലുള്ള ഒരു മാലയാണ് മേടിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹനുമാൻ അവർ ചാർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് തന്നു വിടും. അപ്പോൾ ഞാനത് മേടിച്ചിട്ടില്ല കേട്ടോ. അത് അവിടെ തന്നെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലൊന്നാണ് നമുക്ക് സപ്തസ്വരങ്ങൾ തൂണിനുള്ളിൽ കേൾക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതിങ്ങനെ കൊട്ടുന്ന സമയത്ത് ശരിക്കുള്ള സപ്തസ്വരങ്ങൾ കൃത്യമായ രീതിയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പകരം അവിടെ ഉണ്ടായിരുന്ന ഒരാള് നമുക്കത് കൊട്ടി കേൾപ്പിച്ച് തരുവാണ് ചെയ്തത്. അത് ഞാൻ ലോങ് വീഡിയോയിൽ ഇടുമ്പോൾ അത് കാണാൻ കഴിയും. ഇങ്ങനെ കൊട്ടി കേൾപ്പിച്ച് തരുന്ന ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള സപ്തസ്വരങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ദേ അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ചു. പ്രസാദം വലിയ ലഡുവാണ് തന്നത് കേട്ടോ. കാരണം ഈ ഹനുമാൻ ജയന്തി ആയത് കാരണം തന്നെ അന്ന് യൂസ് ചെയ്ത പ്രസാദമൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.